നിയോൺ ലൈറ്റിംഗ് ഉള്ള ഈ പോർട്രേറ്റ് വരയ്ക്കാൻ പഠിച്ചാലോ? ബാ. അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ് ചെയ്യുന്നത് കളർ പെൻസിൽസ് വെച്ചിട്ടാണ്. നമുക്ക് ഒബ്സർവേഷൻ സ്കില്ലൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റെഫറൻസ് ആണ് ഞാൻ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു പിങ്ക് ലൈറ്റും മറ്റേ സൈഡിൽ നിന്ന് ഒരു ബ്ലൂ ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റിങ്ങിൻ്റെ അനുസരിച്ച് നമ്മുടെ ഫേസിലുള്ള കളേഴ്സിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ ഡാർക്ക് ബ്ലൂ ഉണ്ടാവും, ചില സൈഡിൽ അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഉണ്ടാവും. അതൊക്കെ ആ കറക്റ്റ് വാല്യൂവിന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ പെൻസിലിൻ്റെ പ്രഷർ നല്ലപോലെ കൺട്രോൾ ചെയ്യണം. പല പ്രഷറിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പല വാല്യൂസാണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ കളേഴ്സും കറക്റ്റായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ചില സ്ഥലങ്ങളിൽ നമുക്ക് മെജന്ത വരുന്നുണ്ട്, അതേപോലെ പർപ്പിളും വരുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 3D ലുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയറിംഗ് ആണ്. കറക്റ്റായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ലെയർ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഷെയ്ഡോസ് മാർക്ക് ചെയ്യുക. ഹൈലൈറ്റ്സിൻ്റെ പ്ലേസിലൊക്കെ ആ ലൈറ്റ് ആയിട്ടുള്ള കളർ തന്നെ വെച്ച് വിടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലെയർ ചെയ്തിട്ട് ആ ഡ്രോയിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഡ്രോയിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ കൂടെ ഈ ജേർണിയിൽ കൂടുക. ഓക്കെ, ബൈ ബൈ.